യേശുവിൻ്റെ വരവോടുകൂടി ദൈവരാജ്യം സംജാതമായി. ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 28-ാം തിരുവചനം. യേശുവിൻ്റെ പീഡാസഹനം, കുരിശുമരണം, ഉദ്ധാനം, ഇതിലൂടെ ദൈവരാജ്യം ഭൂമിയിൽ വന്നു കഴിഞ്ഞു. സാത്താൻ്റെ പിശാചിൻ്റെ തലയെ തകർത്തു യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ. യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞു. ഭക്ഷണമോ പാനീയമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സന്തോഷമാണ് ദൈവരാജ്യം. റോമ 14:17. ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്നിൽ നിറയാൻ, എൻ്റെ കുടുംബത്തിൽ നിറയാൻ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്താം. ദൈവം നമ്മളിൽ വസിക്കുകയും നമ്മുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവരുടെ ജീവിതത്തിൽ ദൈവരാജ്യമുണ്ട്.